ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാറ്റർഡേ. മുത്തൂസ് ഇവിടെ ക്യാരംസ് കളിക്കാണ് കേട്ടോ. എല്ലാ സാറ്റർഡേയും സൺഡേയും വൈകിട്ട് 3 മണി കഴിഞ്ഞാൽ പിന്നെ മുത്തൂസിന്റെ പുറത്തിറങ്ങി കളിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം മുത്തൂസിന്റെ ഫ്രണ്ട്സ് വരും കളിക്കാൻ. മുത്തൂസിന്റെ ഫ്രണ്ട് ആൻഗ്ലോറിയ വന്നിട്ടുണ്ട് കളിക്കാൻ. 2 പേരുള്ള കാരണം അവരിന്ന് ക്യാരംസ് ആണ് കേട്ടോ കളിക്കുന്നത്. ആൻഗ്ലോറിയ ഹായ് പറഞ്ഞു. ഹലോ. ക്യാരംസ് കളിക്കാൻ മുത്തൂസിന് അത്ര അറിയില്ല കേട്ടോ. ഇത് കളിച്ചിട്ടുള്ളവർ അറിയുന്നവരും കമന്റ് ചെയ്യണേ. ഈ സമയമാകുമ്പോൾ ഏകദേശം 3 മണിയാവുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വരാറുണ്ട് കേട്ടോ. ഇന്ന് എന്ത് പറ്റിയാവോ, ആംഗ്ലോറിയ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. 2 പേരായിട്ട് കളിക്കുന്ന കളിയല്ലേ ക്യാരംസ്. ക്യാരം ബോർഡ് ആംഗ്ലോറിയ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മുത്തൂസിന്റെ കയ്യിലില്ലേ ക്യാരം ബോർഡ്. ഇത് സ്വന്തമായിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. മുത്തൂസിന് കളിക്കാൻ അറിയാത്തതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തൂസ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ചാൽ മതിയല്ലോ. ആംഗ്ലോറിയ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. മുത്തൂസ് ഇവിടെ ഫുട്ബോളായോ കളിക്കുന്നു. 3 പേരായിട്ടോ ഇപ്പൊ ഫുട്ബോളായിട്ടോ കളിക്കുന്ന മുത്തൂസ്. മൂന്നാളുള്ള ഫുട്ബോളാ. എല്ലാപ്പി ഇതൊക്കെ കണ്ടിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓ ഗോളാ. ഇതെങ്ങനെ ഗോള്? ഓ 2 ചെരുപ്പാണ്. ഇതാണോ പോസ്റ്റ്? 2 ചെരുപ്പ് മുത്ത. ഇത് 2 ചെരുപ്പാണോ പോസ്റ്റ്? അപ്പൊ ഇവിടുത്തെ പോസ്റ്റോ? ഓ ഈ 2 പോസ്റ്റ്. നീ ഏതാണോ ഒരു ടീമില്? നിങ്ങൾ 2 പേരും ഒരു ടീം. കാല് തവണ നീ എന്താ പറഞ്ഞ അവിടെ പോയി അടിക്കുന്ന? ആ പോസ്റ്റിന്റെ ഉള്ളിൽ പോയി അടിക്കണ്ട. ഇതാണ് ഇറ്റാലിയൻ മാക്രോണി പാസ്ത. ഞാൻ കളി കഴിഞ്ഞു വന്നപ്പോ ആകെ ക്ഷീണിച്ചിരിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഈ മാക്രോണി പാസ്ത ഉണ്ടാക്കി തരാൻ പറഞ്ഞേക്കാണ്. ഞങ്ങൾ ഇന്നാള് പുറത്ത് പോയിപ്പോ വാങ്ങിയതാണ് കേട്ടോ മാക്രോണി. ഇറ്റാലിയൻ മാക്രോണി പാസ്ത. പുതിയ ഷേപ്പിലും പാകത്തിലും ഉള്ള പാസ്ത. എനിക്കറിയാം ഇന്ന് സാറ്റർഡേ അല്ലേ. മുത്തൂസ് ഇതന്നെ റെഡിയാക്കി തരാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ മുത്തൂസിന് ഇറ്റാലിയൻ മാക്രോണി പാസ്ത റെഡിയാക്കി കൊടുക്കട്ടെ ഫ്രണ്ട്സ്. ഇതുവരെ ഞങ്ങൾ വാങ്ങാത്ത ഷേപ്പാണ് കേട്ടോ ഈ മാക്രോണി പാസ്തയുടെ. പൊട്ടിക്കും. ഞാനൊരു ഗൈഡായിട്ട് ഇവിടെ നിന്നാ മതി. മുത്തൂസാണൊക്കെ ചെയ്തോളും. പിന്നെ ഇതാണ് ഫ്രണ്ട്സ് സ്പെഷ്യൽ ഷേപ്പ് എന്ന് പറഞ്ഞത്. ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലേ മുത്തേ? ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഷേപ്പിലുള്ള പാസ്ത വാങ്ങുന്നത്. ഈ ഷേപ്പിലുള്ള പാസ്ത വാങ്ങിയിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. മുത്തൂസിനോട് 1 കപ്പ് പാസ്ത എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുത്തൂസ് അത് 1.5 ആക്കുന്ന എനിക്കറിയാം. നല്ല ബട്ടർഫ്ലൈ ഷേപ്പിലെ മുത്തേ. നല്ല ഭംഗിയുണ്ട്. വാവ്. ഇങ്ങനെ കൊട്ടിയത് ഒതുങ്ങിക്കോളും. 1 കപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ മുത്തൂസ് അതില് മാക്സിമം കൊള്ളണം രീതിയിലാക്കാണ് കേട്ടോ. വേണ്ട മതി വരട്ടെ. ആദ്യം നമുക്ക് ഇതിൽ വെള്ളം വെക്കണ്ട മുത്തൂസേ. 1 കപ്പ് പാസ്തയ്ക്ക് ഇതില് 1.5 കപ്പ് മുത്ത് ഇടും. അതുകൊണ്ടാണ് 4 കപ്പ് വെള്ളം വെക്കാന്ന് പറയുന്നത്. 4 കപ്പ് വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കുക ആദ്യം കേട്ടോ ഫ്രണ്ട്സ്. 1 കപ്പ് പാസ്തയ്ക്ക് 3 കപ്പ് വെള്ളം മതി. പക്ഷേ മുത്തൂസ് എടുത്ത് വരുമ്പോ ഒരു 1.25 കപ്പില് മേരി ആവും. നമുക്ക് 4 കപ്പ് വെള്ളം വെക്കാം. ഇതിൽ ഉപ്പിട്ട് ആദ്യം വെള്ളം തിളപ്പിക്കാം. ഈ ഷേപ്പ് പാസ്ത ആദ്യമായിട്ടാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. നോക്കിയ ഫ്രണ്ട്സ്, ഞാനിത് ബൗളിലേക്ക് മാറ്റിട്ടോ. എന്നിട്ട് നോക്കി ഇത്രയുള്ള കാരണമാണ് 4 കപ്പ് വെള്ളം എടുത്തത് മുത്തു. ഇത് 1.25 കപ്പ് 1.5 കപ്പ് ഏകദേശം ഉണ്ടാവും മുത്തൂസ് എടുത്തു വന്നപ്പോ. അപ്പൊ നമുക്ക് ഇതില് കുറച്ച് ഉപ്പിടാം. പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാ മതി. വെള്ളം തിളക്കിട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇടാം. മുത്തൂസാണ് ഇടുന്നത് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, പാസ്ത ആയോന്ന് നോക്കാം. ബട്ടർഫ്ലൈ, വലിയ ബട്ടർഫ്ലൈ ആയില്ല മുത്തേ. വെള്ളം ഊറ്റട്ടെ പോന്നോ അമ്മ? ഓഫ് ഫ്ലെയിം ഓഫ് അമ്മൂറ്റാം. പാസ്ത ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാസ്തയുടെ വെള്ളം പോട്ടെ കേട്ടോ. നന്നായി വെള്ളം പോയി അത് ഫ്രൈ ആവട്ടെ. അപ്പൊ
നമുക്ക് അപ്പോഴേക്കും ഞാൻ പാസ്ത ഇവിടെ റെഡി ആവുമ്പോഴേക്കും കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന്. ബീൻസ് അരക്കപ്പ്, ക്യാരറ്റ് അരക്കപ്പ്, സബോള അരക്കപ്പ്, തക്കാളി അരക്കപ്പ് വേണം ശരിക്കും. പക്ഷെ ഇത് ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. പിന്നെ ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കാണ് എടുത്തത്. ഇതൊക്കെ ഇങ്ങനെ പൊടിയായി അരിഞ്ഞു വെച്ചാൽ, പൊടിയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് പാസ്തയുടെ അത്രയും വലുപ്പത്തിൽ അരിയണം. അപ്പൊ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളക്, ഇല്ലാത്ത കാരണം 2 കുഞ്ഞ് പച്ചമുളകുള്ള കേട്ടോ. ഒരു ഫ്രൈ പാൻ വെച്ച് കത്തിക്കുക കേട്ടോ. ഇങ്ങനെയാവുമ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം കുട്ടികൾ കഴിക്കും. അതാണ് ഇതിന്റെ ഒരു ഗുണം. കുറച്ച് പാസ്ത ഇട്ടാൽ മതി കേട്ടോ ഫ്രണ്ട്സ്, കുറേ വെജിറ്റബിളും. മുത്തൂസിനെ നൈസായിട്ടൊന്ന് പറ്റിക്കാം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നെങ്ങനെ പറ്റിക്കാൻ പറ്റൂല. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതില് ബട്ടർ ഇടാട്ടോ. ഒരു ചെറിയ പീസ് ബട്ടർ, ഒരു കുറച്ചും കൂടി ബട്ടർ ഇട്. എല്ലാം മുത്തൂസ് തന്നെയാട്ടാ ചെയ്യുന്നത്. മുത്തൂസിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഇങ്ങനെയൊക്കെ. എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ എനിക്ക് നല്ല താല്പര്യം. ഇഷ്ടമില്ലാത്തത് ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. 1 ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. ഇനി മതി അളക്കാണ്ടാണ് കേട്ടോ ഒഴിക്കുന്നത് മുത്തൂസ്. വെളുത്തുള്ളി, പച്ചമുളക് ഇടാം. പച്ചമുളക് 2-3 പച്ചമുളക് വേണം കേട്ടോ, എരിവില്ലാത്തത്. പക്ഷെ ഇല്ലാത്ത സ്ഥിതിക്ക് എരിവുള്ളവരാണെങ്കിൽ കഴിക്കണ കുട്ടികൾക്ക് അത് പണി കിട്ടുന്നതായിരിക്കും. എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ നല്ലത്. കാരണം ഇതിന്റെ ഇടയിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് തിരിഞ്ഞു വെക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ, ഇത്രയും വെജിറ്റബിൾസ് ഉള്ളതിന്റെ ഇടയിൽ പച്ചമുളക് എങ്ങനെ? ഇത് പക്ഷെ ഇച്ചിരി എരിവുള്ള മുളകാണ്, ചൂഞ്ഞമുളക് ഉണ്ടായുള്ളൂ ഫ്രണ്ട്സ് ഇവിടെ. കാന്താരി നന്നായി മുരിയട്ടെ. ഓരോ വട്ടം ഞാൻ പാസ്ത വാങ്ങുമ്പോഴും പല ഷേപ്പിലാ വാങ്ങാട്ടോ ഫ്രണ്ട്സ്. ബട്ടർഫ്ലൈ മുൻപ് ഏതാ വാങ്ങിയ മുത്തേ? ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഏതാ വാങ്ങിയ? ഏറ്റവും ഫസ്റ്റ് നമ്മൾ സ്റ്റിക്ക് ടൈപ്പ് വാങ്ങി. പിന്നെ വാങ്ങിയത് റൗണ്ട്, പിന്നെ ഇത് പൈപ്പ് പോലത്തെ. അങ്ങനെ എല്ലാ ടൈപ്പ് ഏകദേശം ട്രൈ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ആയാ? ഇനി ഇതിലേക്ക് ബീൻസും ക്യാരറ്റും ഇട്, സബോളയും. അതിനാണ് ഇത്തിരി വേവ് കൂടുതലുള്ളത്. ആദ്യം ബീൻസും ക്യാരറ്റും മാത്രം ഇടും, കാരണം അതിന് ഇത്തിരി വേവ് കൂടുതലാ. അത് ഹാഫ് വേവ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ബീൻസും ക്യാരറ്റും മാത്രല്ലേ? ബീൻസും ക്യാരറ്റും മാത്രം ഇട്ടാൽ മതി. കാരണം ഒനിയൻ വേണ്ട. ക്യാപ്സിക്കം, തക്കാളിയും ഒനിയനും പെട്ടെന്ന് വേവണതാ. അപ്പോ ഇടയിൽ ഒനിയൻ ഇച്ചിരി പെട്ടണ്ടേ? അത് കുഴപ്പമില്ല. പാസ്തേനെക്കാട്ടി കൂടുതലാണല്ലോ ഇത്. അത് വേണല്ലോ, വെജിറ്റബിൾ വേണം. വെജിറ്റബിൾസ് ഇഷ്ടമല്ല. വെജിറ്റബിൾ ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസ് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ വെജിറ്റബിൾസ് വല്ല കറിയൊക്കെ വെക്കുകയാണെങ്കിൽ മുത്തൂസ് ഒട്ടും കഴിക്കില്ല. അതൊന്ന് കൂട്ടി വെക്കും മുത്തൂസ്, ജസ്റ്റ് ഒന്ന് വേവട്ടെ. ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഈ എല്ലാ വെജിറ്റബിളും ഇടുന്ന സമയത്ത് ഉപ്പിട്ടാൽ മതി ഫ്രണ്ട്സ്. ഇതുപോലെ ആരൊക്കെ പാസ്ത റെഡിയാക്കി കഴിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യണേ. ഇനി ഇതിൽ ഏതാ കാന്താരി ഏതാ ബീൻസ് എങ്ങനെ മനസ്സിലാക്കും? ഇല്ല, കാന്താരിക്ക് എരിവ് കുറവുള്ള കാന്താരി മൊത്തം, അതുകൊണ്ട് വിഷയമില്ല. ബീൻസും ക്യാരറ്റും ഹാഫ് ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇടാം. തക്കാളി, സവോള, ക്യാപ്സിക്കം ഇട്ടോ. വെജിറ്റബിൾ നിറഞ്ഞു ഫ്രണ്ട്സ്. പാസ്ത ഏതാ വെജിറ്റബിൾ ഏതാ? പാസ്ത ഏതാ വെജിറ്റബിൾ ഏതാന്ന് അറിയില്ല എന്നാണ് മുത്തു പറയുന്നേ. കണ്ടോ, ഉപ്പിടണം. ഇതിലേക്ക് ഉപ്പിടാട്ടോ. കളർഫുള്ള് കുട്ടന്മാരിലേക്ക് മതി. അത് ഫുള്ളിടണ്ട. മതി എന്ന് പറയുമ്പോ നിർത്തന്റെ മുത്തേ. കൂടി കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല. പാസ്തയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതല്ലേ. കളർഫുള്ള് കുട്ടന്മാര്. ക്യാരറ്റും ബീൻസും ഹാഫ് ഭാഗം കുക്കായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് ഒരു 1/4 ഭാഗം കുക്കാവണം. മോനത് അടച്ചു വെക്കണ്ടെങ്കിൽ കൂട്ടി വെക്കുക, അപ്പൊ വേഗം കുക്കാവും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ട. ഇത് ഏകദേശം ഒരു തോരൻ പോലെ. ഇനി ഇളക്കി കൊടുക്കും മുത്തേ. കുറച്ചു നേരം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. മുത്തൂസ് ഇളക്കി ഇവിടെ ഇരുന്നായിട്ടോ ഇളക്കുന്നേ. ഇതുപോലെ പാസ്ത ഉണ്ടാക്കിയ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ്. അമ്മ ചോദിക്കും പാസ്ത ഉണ്ടാക്കണേന്ന്. അമ്മ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും
മുത്തൊന്ന് പാസ്ത ഉണ്ടാക്കുക, അത് അടിപൊളി ടേസ്റ്റ് അല്ലേ? അമ്മാവയ്ക്ക് നല്ല ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പാസ്ത വയ്ക്കുന്നത്. അപ്പൊ പിന്നെ ഉണ്ടാക്കല്ലേ വേണ്ടമ്മേ? അതന്നെ. അല്ലെങ്കിൽ മുത്തൂസിന് വേറെ വല്ല ഐറ്റംസ് ആണെങ്കിൽ മുത്തൂസിന് അത് എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കഴിക്കണ്ടെന്ന് പറയും. പാസ്ത ചെയ്തുകൊണ്ട് അമ്മ ചോദിക്കുമ്പോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂട്ടോ ഫ്രണ്ട്സ്. അപ്പൊ എനിക്ക് ഇഷ്ടമില്ല പാസ്ത. ഇടയ്ക്കിടയ്ക്ക് എന്നും ഉണ്ടാക്കിയാൽ അടുപ്പിച്ചുണ്ടാക്കിയാൽ എനിക്ക് അറിയ കുഴപ്പമില്ല. ഒരു ദിവസം സ്കൂളൊക്കെ എനിക്ക് ഉണ്ടാക്കിട്ടോ നോക്കട്ടെ. വെജിറ്റബിൾ മുഴുവൻ രാവിലെ തന്നെ കട്ട് ചെയ്യാൻ അമ്മയ്ക്ക് ടൈം വേണ്ട മുത്തേ? തലേ ദിവസം കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെക്കാം. നോക്കട്ടെ. നോക്കണം. ആയി മുത്തത്. എനിക്ക് എന്തൊക്കെ എണ്ണം? ഇനി ഇതിലേക്ക് നമുക്ക് കുത്തുമുളക് പൊടി ഇടാം. ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് അച്ചിരി കൂടി ഇടറ കുട്ടാ. മുത്തൂസിന് പേടിയായിട്ടാണ് മുത്തൂസ് ഇടാത്ത. അത്ര മതി, അത്ര മതി, അത്ര മതി, മതി, മതി. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ബാക്കിയല്ല ഞാൻ മതി എന്ന് പറഞ്ഞാലും ഇടും ഫ്രണ്ട്സ്. കുത്തുമുളക്, മുളക് പൊടി, കുരുമുളക് പൊടിയുടെ കാര്യത്തില് മതിന്ന് പറഞ്ഞ അതിന് ഇച്ചിരി മുൻപ് ഞാൻ നിർത്തോ. എന്തോരം വേണം? ഇത്ര ഇത്ര വേണ്ട, ഇച്ചിരി കൂടി ഇട്ടാ. കുരുമുളക് പൊടി ഇട്ടാ. കുരുമുളക് പൊടി ഇട്ടുണ്ട്. പെപ്പർ. മുത്തൂസ് മുളക് പൊടിയും കുത്തുമുളക് പൊടിയും ഒക്കെ കുറച്ചാണ് ഇട്ടിടുന്നത്. മഞ്ഞൾപ്പൊടി തരി ഇട്ടാ മതി. 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ വേണം. മതി, മതി. പിന്നെ ഇതിലെന്താ? ഒറിഗാനോട്. ഒറിഗാനോ ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം അങ്ങോട്ട് വരും കേട്ടോ ഫ്രണ്ട്സ്. മതി, മതി, മതി. കൊണ്ടോ കുറേ ഒറിഗാനോ ഇടരുത്. അത് കുത്തുമണം വരും. മിക്സിഡ് വെൽ. 3 ടേബിൾ ടീസ്പൂൺ ചില്ലി ടൊമാറ്റോ സോസ് ഒഴിക്കണം. ഫുള്ള് 3 ടേബിൾ ടീസ്പൂൺ. കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. ദാരിദ്ര്യം. 3 ടേബിൾ സ്പൂൺ ആണ് ശരിക്കും ഇതിൽ ഒഴിക്കേണ്ടത്. അത്രയും വെജിറ്റബിൾസ് ഉണ്ട്, പക്ഷെ കഴിഞ്ഞ സ്ഥിതിക്ക് ഉള്ളത് ഒഴിക്കുകയാണ് മുത്തൂസ്. ഉള്ളോണ്ടാണ് പോരാ. ഇനി ഇതിലേക്ക് മയോണൈസ്. ഇതാണ് ഞങ്ങൾ റെഡിയാക്കിയ മയോണൈസ്. മുത്തൂസ് അതിന്റെ മേലെ ഒറിഗാനോ കുറച്ച് തൂളി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 2 മതി, മതി, അത്ര മതി മുത്ത. ഇച്ചും കൂടി വേണം, കാരണം ചില്ലി ടൊമാറ്റോ സോസ് കുറവാണ്. അത് നോക്കിട്ട് മയോണൈസ് എന്തിനാ കൂട്ടണ്? ആവശ്യത്തിന് മയോണൈസ് ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഒരാൾക്ക് കഴിക്കാൻ തോന്നുന്നത്. ഇനിയിലേക്ക് നമുക്ക് പാസ്ത ഇടാം. മയോണൈസ് കുറഞ്ഞു. മയോണൈസാ? പാസ്ത വരുമ്പോ കുറച്ചും കൂടി. പാസ്ത വരുമ്പോ നമുക്ക് നോക്കാം. ഇടട്ടെ. ഇനി അമ്മയാക്കാം മുത്തേ. സ്ലോവിൽ ഇളക്കിട്ടാ, അല്ലെങ്കിൽ അതൊക്കെ നിലത്തേക്ക് വീഴും കേട്ടോ കൂട്ടാ. മുത്തൂസേ പാസ്ത റെഡി. ചില്ലി സോസ് ടൊമാറ്റോ സോസ് കുറഞ്ഞു പോയിട്ടോ ഫ്രണ്ട്സ്. അതാണ് മയോണൈസ് മതി കൂട്ടാ. മയോണൈസ് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിനല്ലേ വേണ്ടോ? നമ്മളത് ഇടില്ലേ ഇനി? ഓ മതി, മതി, മതി മുത്തേ. അത്ര ഇടണ്ട. ഇതിലേക്ക് 1/2 കപ്പ് മസാല ചീസാണ് ഇടണ്ടത്. ഇത് ഞങ്ങൾ 1/2 കപ്പ് ഇടുന്നില്ല, കുറച്ച്. അതിട്ടോ, അത് മുഴുവൻ ഇട്ടോ. ഓക്കെ. കപ്പലോടുക. കപ്പലോടുക. അമ്മളക്കഞ്ഞി അലക്കി പഠിക്കട്ടെ. ഇതാണ് എനിക്ക് മുത്തു നോക്കിയാ ഫ്രണ്ട്സ് ഇതിന്റെ ചുറ്റും കാണുന്ന മുത്തു സാധനം. താട്ട് താട്ട് താട്ട്. മതി, മതി. എനിക്ക് 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 അടിപൊളി. അടിപൊളിയാ. ഞാൻ എൻ്റെ പിസ്സ ഫ്രണ്ട്സ്. ചില്ലി ടൊമാറ്റോ സോസിന്റെ കുറവുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതുണ്ട്, കഴിക്കുമ്പോ തോന്നുന്നുണ്ട് അല്ലേ ഫ്രണ്ട്സ്? നമ്മുടെ പാസ്ത റെഡി. പാസ്ത റെഡി. സെർവ് ചെയ്യട്ടെ. മുത്തൂസ് ഇങ്ങനെ തന്നെ കഴിച്ചു തീർക്കാണ് കേട്ടോ. മുത്തൂസ് അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ മുത്തേ. ഓ അടിപൊളിയാ? അടിപൊളി. അപ്പൊ അത് ഇതിലേക്ക് മാറ്റാണേ. അമ്മ കഴിച്ചു നോക്കാണ് കേട്ടോ. ഈ മുത്തൂസ് വീണ്ടും അടിപൊളി.
അപ്പൊ ഇന്നത്തെ പാസ്തയും ബട്ടർഫ്ലൈ പാസ്തയും അടിപൊളി. അടിപൊളി അടിപൊളി. അപ്പൊ പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവര് കമന്റ് ചെയ്യാൻ ചൂടോട് കൂടിയാണ് മുത്തൂസ് കഴിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവര് കമന്റ് ചെയ്യാം. ഇതുപോലെ പാസ്ത റെഡിയാക്കി കഴിച്ചിട്ടുള്ളത് കമന്റ് ചെയ്യാം. കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ചു നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.